Welcome to the second part of the lesson, the snake and the mirror. In the last class, we were discussed about the homeopath. He was living in a small rented house, and it was a summer night and he could not sleep because of the hot. And he heard some noises and he was not sure what was the sound, and he saw a comb and a mirror. And in this paragraph we can just go through that passage. One feels tempted to look into a mirror when it was near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. One feels tempted to look into a mirror. Temptation. What is temptation? പ്രലോഭനം എന്നൊക്കെ പറയാം. One feels tempted to look into mirror when it is near. എന്തിനാണ് പ്രലോഭനം? To look into a mirror. എന്തിലേക്ക് നോക്കാൻ? To look into a mirror. When it is near. When it is near, when a mirror is near, we have a temptation to look into it. And in those days, I was a great admirer of beauty. In those days, I was a great admirer. എന്താണ് admiration എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ആരാധന എന്നൊക്കെ തോന്നില്ലേ? I was a great admirer of beauty. എനിക്ക് എന്തിനോട് ആരാധന ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്തുള്ള ആളോട് ആരാധന ഉണ്ടായിരുന്നു? ബ്യൂട്ടിയോട്. ഞാനൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. മാത്രമല്ല, ഞാൻ സ്വയം എന്താവാൻ ആഗ്രഹിച്ചിരുന്നു? സുന്ദരനാവാൻ ആഗ്രഹിച്ചിരുന്നു. ഭംഗിയുള്ള ആളാവാൻ ആഗ്രഹിച്ചിരുന്നു. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. മാത്രമല്ല, ഞാൻ ആരായിരുന്നു? ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. അതും കാരണമുണ്ട്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എൻ്റെ സാന്നിധ്യം എപ്പോഴും തോന്നണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ ഒന്ന് നോക്കണം, കാരണം അത്രയും സൗന്ദര്യമുള്ള ആളാണ് ഞാൻ എന്ന് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ്. ഞാൻ എന്ത് ചെയ്തു? എടുത്തു. പിക്ക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. ഐ അഡ്ജസ്റ്റഡ് മൈ ഹെയർ. Again I heard that sound from above. Again I heard that sound from above. Okay, next paragraph. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin moustache to look more handsome. I was, after all, a bachelor and a doctor. I took a close look at my face in the mirror. ഞാൻ എന്ത് ചെയ്തു? എ ക്ലോസ് ലുക്ക്. എങ്ങോട്ടാണ് നോക്കിയത്? മൈ ഫേസ് ഇൻ ദ മിറർ. ഐ മെയ്ഡ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഞാൻ എന്ത് ചെയ്തു? ഐ ടുക്ക് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഐ വുഡ് ഷേവ് ഡെയിലി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡിസിഷൻ? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ്. മുസ്റ്റാഷ് മീൻസ് മീശ. തിൻ മുസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള, നേരിയ, വലിയ കട്ടി കൂടിയതൊന്നുമല്ല. തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായി മാറുന്നതാണ്? ഹാൻസം, സുന്ദരനാവുമെന്ന് സ്വയം ഇയാൾക്ക് തോന്നി. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ. എല്ലാറ്റിനും ഇത് എപ്പോഴാണ് കൂടുതൽ സൗന്ദര്യം ശ്രദ്ധിക്കുക? ബാച്ചിലർ ആകുമ്പോൾ. എന്താ ബാച്ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാരീഡ് അല്ലാത്ത ആളെയാണ് നമ്മൾ ബാച്ചിലർ എന്ന് പറയാം. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ബാച്ചിലർ മാത്രമല്ല, ഞാൻ എന്തുകൂടിയാണ്? ഒരു ഡോക്ടർ കൂടിയാണ്. Okay, 8th paragraph.
I looked in the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. Again came that noise from above. I looked into the mirror and smiled. ഞാൻ എന്ത് ചെയ്തു? ലുക്ക്ഡ് ഇൻ ദ മിറർ, വീണ്ടും എന്ത് ചെയ്തു? കണ്ണാടിയിലേക്ക് നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് സ്മൈൽഡ്, ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. അതെങ്ങനെയുള്ള ചിരിയായിരുന്നു? അട്രാക്റ്റീവ് ആയിരുന്നു. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ആകർഷിക്കുന്നൊരു ചിരി. ഇതൊക്കെ സ്വയം ഡോക്ടർക്ക് തോന്നുന്നതാണ് കേട്ടോ. ഐ മെയ്ഡ് അനദർ എർത്ത് ഷെയ്ക്കിംഗ് ഡിസിഷൻ. വേറെ ഒരു എർത്ത് ഷെയ്ക്കിംഗ് ഡിസിഷൻ എടുത്തു. എന്താണ് എർത്ത് ഷെയ്ക്കിംഗ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാര്യപ്പെട്ട ഒരു തീരുമാനം, ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല. എന്താണ് ആ കാര്യം? ഐ വുഡ് ആൾവേസ് കീപ് ദറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എപ്പോഴും ഞാൻ എന്ത് ചെയ്യും? ഇനി ആ അട്രാക്റ്റീവായിട്ടുള്ള സ്മൈല് എൻ്റെ മുഖത്ത് കാത്തു സൂക്ഷിക്കും. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലേ? ചിരിച്ചു കഴിഞ്ഞാൽ ഭംഗി കൂടും എന്നാണ് പറയുന്നത്. ഒന്ന് ചിരിച്ചോട്ടെ, ചിരിച്ച് ഭംഗിയൊക്കെ വരുത്തണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, എന്താണ്? ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ. ഞാൻ ആരാണ്? ഒരു ബാച്ചിലർ. എൻ്റെ ഡോക്ടർ, പിന്നെ എന്താണ്? ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. എഗെയിൻ കെയിം ദറ്റ് നോയ്സ് ഫ്രം എബോ. 9th paragraph. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. വീണ്ടും ഇവിടെ പറയാണ്, ഐ ഗോട്ട് അപ്പ് ആൻഡ് ലിറ്റ് എ ബീഡി. ഞാൻ എന്ത് ചെയ്തു? എല്ലാം എഴുന്നേറ്റ് ഒരു ബീഡിയൊക്കെ കത്തിച്ചു. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ദെൻ അനദർ ലവ്ലി തോട്ട്. വളരെ ലവ്ലി. ലവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടിയൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, അല്ലേ? എന്നുള്ള ലവ്ലി തോട്ടാണ്. സന്തോഷിപ്പിക്കുന്നത് മാത്രമാണോ ലവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരിക്കും അർത്ഥം? നമുക്ക് നോക്കാം, അപ്പോൾ മനസ്സിലാവും. തോട്ട് സ്ട്രക്ക് മീ. ഐ വുഡ് മാരി. എന്തുകൊണ്ടാണ് ലവ്ലി എന്ന് പറയാൻ കാരണം? ഐ വുഡ് മാരി. ഞാൻ എന്ത് ചെയ്യും? മാരി. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു വുമൺ ഡോക്ടർ. ആരെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്? എ വുമൺ ഡോക്ടർ, അല്ലേ? സാധാരണക്കാരിയൊന്നുമല്ല. ഹൂ ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. മാത്രമല്ല അവർക്ക് എന്തുണ്ടായിരിക്കും? പ്ലെൻറ്റി. പ്ലെൻറ്റി പറഞ്ഞാൽ ധാരാളം. പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. പിന്നെ നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടാവണം. ധാരാളം ആളുകൾ അവരെ കാണാൻ പറ്റണം. ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടില്ലേ, വളരെ മീഗറാണ് ഇൻകം, വളരെ കുറച്ചാണ്. അതേപോലെ അവരുടെ ഭാര്യയുടെ അടുത്ത് ധാരാളം പൈസ ഉണ്ടാവണം. ഷി ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകെ ഓടാൻ അവൾക്ക് പറ്റരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തടിച്ച പെൺകുട്ടിയാണ് ആര് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആരുടെ മനസ്സിൽ വന്നു? നമ്മുടെ ഡോക്ടറുടെ മനസ്സിൽ വന്നു. അപ്പോൾ നമുക്കിന്ന് ഇത്ര മതി. അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. Pick out phrases and expressions from the story to justify the statement. 4ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരം എഴുതണം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. What are the 2 important and earth-shaking decisions that the doctor takes while looking into the mirror? What are the 2 important and earth-shaking decisions that the doctor takes while looking into the mirror? 6. Again came that noise from above. Did the doctor pay much attention to the noise? Why? Again came that noise from above. Did the doctor pay much attention to the noise? Why? What kind of a woman does the doctor want to marry? Why? What kind of a woman does the doctor want to marry? Why? 3 questions ആണ് വേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.